എമ്പുരാൻ മലയാളത്തിൽ മാത്രമല്ല അന്യസംസ്ഥാനങ്ങളിലും ലോകത്ത് മുഴുവൻ റിലീസിൽ എത്തിയിരിക്കുകയാണ്. എമ്പുരാൻ ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അതിലൊരു ദേശീയ രാഷ്ട്രീയ വിമർശനം. അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയ ചിത്രങ്ങൾ നമുക്ക് ആദ്യമൊന്നുമല്ല, അപൂർവമല്ല. ഇപ്പോൾ ദി കേരള സ്റ്റോറി വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. രാമലീലയിലും ഉണ്ടായിരുന്നല്ലോ കുറച്ച് രാഷ്ട്രീയം. രാഷ്ട്രീയ ചിത്രങ്ങൾ വരണമെന്ന് തന്നെയാണ് പ്രഗത്ഭന്മാരെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ ചിത്രങ്ങൾ വരണം, കാരണം രാഷ്ട്രീയമായിട്ട് ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ രാഷ്ട്രീയ ചിത്രങ്ങൾ വന്നുകൊള്ളട്ടെ. മമ്മൂട്ടി അഭിനയിച്ച വേറൊരു ചിത്രമുണ്ടല്ലോ, അവിടെ തെലുങ്കാനയിൽ, അതായത് ആന്ധ്രാപ്രദേശും കൂടി ചേർന്നുള്ള ആന്ധ്രാപ്രദേശിൽ തെലുങ്കാനയും ചേർന്നിരുന്ന കാലത്ത് രാജേശ്വര റെഡ്ഡിയെ പറ്റിയിട്ടുള്ള ഒരു ചിത്രമുണ്ടായിരുന്നു. ആ ചിത്രത്തിൽ നായകനായിട്ട് അദ്ദേഹം അഭിനയിച്ചു. ആ വ്യക്തിയെക്കുറിച്ച്, ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു, അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിത്രമാണത്. യാതൊരു വിധമായിട്ടുള്ള എതിർപ്പുകളും ഉണ്ടായില്ല. അവിടെ മമ്മൂട്ടി അഭിനയിച്ച ചിത്രം എന്നുള്ള രീതിയിൽ തെലുങ്ക് ചിത്രമായിരുന്നു അത്. ആ ചിത്രം കാണുകയും ആസ്വദിക്കപ്പെടുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുള്ള ചിത്രങ്ങൾ വരട്ടെ, സ്വാഗതാർഹമാണ്. ഇതിലും രാഷ്ട്രീയം ഉണ്ട്, തീർച്ചയായിട്ടും രാഷ്ട്രീയമുണ്ട്. സാർ പറഞ്ഞതുപോലെ ലൂസിഫറിൽ 2 ഇടത് വലത് കക്ഷികളെ പറ്റിയാണ് ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന അഖണ്ഡ ശക്തി മോർച്ച എന്ന ശംഖ് ചിത്രത്തിലൂടെ സുരാജ് വെഞ്ഞാറമൂണ്ട് ഒരു പുതിയ രാഷ്ട്രീയ തന്ത്രം നമുക്ക് അതിൽ ഊഹിക്കാവുന്നേ ഉള്ളൂ. ചിലപ്പോൾ ഏത് കക്ഷിയാണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ള നമുക്ക് പൊതുവേ അത് കാര്യം മനസ്സിലാവും. അപ്പോൾ അഖണ്ഡ ശക്തി മോർച്ച എന്നൊരു പേരിലുള്ള പുതിയ രാഷ്ട്രീയമാണ് രൂപീകരിക്കുന്നത്. ഇതിനകത്ത് കഴിഞ്ഞ ലൂസിഫറിനകത്ത് സ്റ്റീഫൻ നെടുമ്പള്ളിയെ പറ്റിയും, അതായത് ജതിൻ രാംദാസ് ഭരണത്തിലേക്ക് വരുമ്പോൾ 5 വർഷം ഭരണം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ പാതയാണ് അതുവരെ പിന്തുടർന്ന് അച്ഛൻ്റെ പാതയ്ക്ക് പകരം ഈ ഒരു ചിത്രത്തിൽ എമ്പുരാനിൽ വരുമ്പോൾ അതിൽ നിന്നും വിഭിന്നമായിട്ട് ചിന്തിക്കുകയാണ് രാംദാസ് ചെയ്യുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഭരിക്കാൻ ശ്രമിക്കുന്നു. അത് ഒരു പക്ഷേ സഹോദരിയായ പ്രിയദർശിനിക്ക് അതിൽ എതിർപ്പുണ്ട്. അപ്പോൾ അവർ പിന്നീടും അന്നും അവരുടെ ഒരു ലൂസിഫറിൻ്റെ ആ ഒരു സമയത്ത് ആ ഒരു ചിത്രത്തിലും പ്രിയദർശിനി എപ്പോഴും ഒരു ഘട്ടം വന്നപ്പോൾ ആശ്രയിച്ചത് നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയാണ്. അപ്പോൾ വീണ്ടും സ്റ്റീഫൻ നെടുമ്പള്ളിയെ പറ്റി പുള്ളിയുടെ ഒരു സാമീപ്യം, പുള്ളിയുടെ ഒരു ആശ്രയം ആവശ്യമായി വരുന്നു പ്രിയദർശിനിക്ക്. പക്ഷെ സ്റ്റീഫൻ നെടുമ്പള്ളി പിന്നീട് ഒരു അധോലോക നായകനായിട്ടൊക്കെയാണ് എബ്രഹാം ഖുറേഷി എന്നുള്ളൊരു നായക കഥാപാത്രത്തിലിട്ട്, അതായത് വളരെ വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറായിട്ട് ഒരു അധോലോക നായകനായിട്ടാണ് എമ്പുരാനിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിനിടയിലാണ് ഈ ഒരു രാഷ്ട്രീയ ചർച്ചകൾ വരുന്നത്. ഇതിനകത്ത് ഗുജറാത്ത് കലാപം അടക്കമുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പരാമർശങ്ങൾ വരാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇപ്പോൾ കാശ്മീരിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ചിത്രം വന്നല്ലോ. അപ്പോൾ ആ ചിത്രം പോലെ ഈ ഒരു ചിത്രവും കൂടെ വരട്ടെ. അപ്പോൾ ചെക്സ് ആൻഡ് ബാലൻസസ് വേണം നമ്മുടെ ജനാധിപത്യത്തിൽ എപ്പോഴും. തീർച്ചയായിട്ടും അത് നല്ല കാര്യം തന്നെ. പക്ഷേ എല്ലാം വരണം. സിനിമ മൊത്തത്തിലെടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വരണം. അത് ഏകപക്ഷീയമായി പോകാൻ പാടില്ല എന്നുള്ളതാണ്. വില്ലന് ബജറംഗി എന്നൊരു പേര് വരെ ബജറംഗി എന്ന് പറയുന്നത് പരിപാടി. മോർച്ച വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം VP സിംഗ് കോൺഗ്രസിൽ നിന്ന്, അതായത് രാജീവ് ഗാന്ധിയിൽ നിന്ന് വേർപെട്ടിട്ട് എതിർപ്പിനെ തുടർന്ന് പോയപ്പോൾ ഇട്ട പാർട്ടിയുടെ പേര് ജൻ മോർച്ച എന്നാണ്. അപ്പോൾ മോർച്ച എന്നുള്ളതിന് അങ്ങനൊരു മൂർച്ചയില്ല. ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരെയാണെന്നുള്ള ഒരു മൂർച്ച അതിന് കൈവരുന്നില്ല. അതിന് ബജറംഗ് എന്ന് പറയുമ്പോൾ ഹനുമാൻ എന്ന് മാത്രമാണ് അർത്ഥം. ആ ബജറംഗ് എന്നുള്ളതിന് ചേർത്തൊരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ ഒരു പക്ഷേ സൂചനകൾ വളരെ വ്യക്തമായിട്ട് എങ്ങോട്ടാണ് അതിൻ്റെ പിന്നെ അതിൻ്റെ ചിഹ്നം ശംഖും കൂടെ ആകുമ്പോൾ സൂചന എന്താണെന്ന് വളരെ വ്യക്തമാണ്. എന്തായാലും അത് നല്ല കാര്യമെന്ന് ഞാൻ പറയൂ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമ്മുടെ സ്ത്രീജനങ്ങൾക്ക് ഈ രാഷ്ട്രീയത്തോട് വലിയൊരു താല്പര്യമൊന്നുമില്ല. രാഷ്ട്രീയ സംവാദങ്ങൾ നടക്കുമ്പോൾ പലപ്പോഴും അവർ ഈ സീരിയലുകളായിരിക്കും കാണുന്നത്. ആ സീരിയലുകളാവട്ടെ ഒരു രക്ഷാ കവാടമായിട്ടാണ് അവർ കാണുന്നത്, സമയം പോക്കാനുള്ളത്. പലർക്കും ആ തരത്തിൽ തന്നെയാണ് പടച്ചുവിടുന്നത്. ഗൗരവമായിട്ടുള്ള വിഷയങ്ങളില്ലാത്ത, ഗൗരവമായിട്ടുള്ള ചിത്രീകരണങ്ങളില്ലാത്ത, ഈ സിനിമയുടെയും അതുപോലെ തന്നെ ക്യാമറയുടെയും ഗ്രാമറുകളെ എല്ലാം ഭേദിക്കുന്ന തരത്തിലുള്ള, അതിനെല്ലാം വിരുദ്ധമായ തരത്തിലുള്ള രംഗങ്ങളോട് കൂടിയിട്ടാണ് വരുന്നത്. അതുപോലെ കേരളീയ സാധാരണ ജീവിതത്തിൻ്റെ ചിത്രങ്ങളുമല്ല അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യ കഥാനുഗായി അല്ലാത്തുള്ള രംഗങ്ങൾ ചേർത്ത് വെച്ച് റബ്ബർ പോലെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്ന പരമ്പരകൾക്കാളും ഇത്തരം ചിത്രങ്ങളിലൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഹോമിയോ മരുന്ന് പോലെ പഞ്ചസാരയിൽ ചാലിച്ച ഗുളിക, അതൊരു ഔഷധമാണ്. അപ്പോൾ ആ രാഷ്ട്രീയം കാണാൻ ഇപ്പോൾ രഞ്ജിനി തന്നെ രാഷ്ട്രീയത്തിൽ
അത്ര താല്പര്യമില്ലാത്ത രഞ്ജിനിക്ക് പോലും ഒരു ആവേശം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയം ഇത് ഉൾക്കൊള്ളുമ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തെക്കുറിച്ച് അത് നൽകുന്ന സൂചനകളെക്കുറിച്ച് ഒരു ചിന്ത വരുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിലെ രാഷ്ട്രീയ ബോധത്തിന് വളരെ നല്ല കാര്യമാണ്. അരാഷ്ട്രീയതയുടെ ആ ഒരു അജീർണതയെ ഇത് ഭേദിക്കാൻ പര്യാപ്തമാണ്. പക്ഷെ മറുവശത്ത് ഒരു ആഗോളതലത്തിലാണ് ഈ ഒരു ചിത്രം പ്രദർശിപ്പിക്കുന്നത്. അപ്പൊ ആഗോളതലത്തിൽ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ എനിക്കും സാറിനും വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയമായിരിക്കും. ഇതിലെ തിരക്കഥാകൃത്തായ മുരളി ഗോപിക്കാണെങ്കിലും ഡയറക്ടറായ പൃഥ്വിരാജിനും അവരുടേതായ രാഷ്ട്രീയം കാണും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുമ്പോൾ ഇതൊരു ചർച്ചാ വിഷയമാകില്ലേ? ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ളത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ മറ്റുള്ള അന്യ സംസ്ഥാനങ്ങളിലൊക്കെ ഇതൊരു പ്രദർശനത്തിലേക്ക് വരുമ്പോൾ അത് പലർക്കും കൊടുക്കേണ്ട കൊള്ളേണ്ടുന്നതും കുത്തേണ്ടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ വളരെ മൂർച്ചയുള്ള വാളായിട്ടല്ലേ മാറുന്നത്. അത് പിന്നീട് സിനിമ എന്ന് പറയുന്നത് സാറിനറിയില്ല, എല്ലാവരെയും മോഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ആകർഷിക്കുന്ന, ഈ പറഞ്ഞതുപോലെ സ്ത്രീകള് സീരിയലുകൾ കാണുന്നത് തന്നെ അവരിലൂടെ ഈ സിനിമയിലൂടെ ചെറിയൊരു രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിഷ്വലി കൂടെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളെ ആകർഷിക്കുന്ന ഒന്നാണ് സിനിമ സീരിയൽ എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത് വരുമ്പോൾ പലരെയും ആകർഷിക്കുക മാത്രമല്ല അവിടെ ഒരു ചർച്ചകളിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും ആൾക്കാരിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം എത്തുകയല്ലേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ശരിയാണ് രഞ്ജിനി പറഞ്ഞത്. ഇതൊരു ഓസ്കാർ ചലച്ചിത്രം വല്ലതുമാണെങ്കിൽ, ഓസ്കാറിലെ നോമിനേഷൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ തരത്തിലുള്ള ചർച്ചകൾ വരും. അല്ലാത്തപ്പോൾ ഇത് വിദേശങ്ങളിലൊക്കെ എന്ന് പറയുന്ന ഒരു പൊങ്ങച്ചം പറച്ചിൽ മാത്രമാണ്. ഇതാരാ കാണാൻ പോകുന്നത്? വിദേശത്ത് പറഞ്ഞാൽ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ മലയാളികൾ കാണും, അവിടെയുള്ള മലയാളി സമൂഹങ്ങൾ മാത്രമേ കാണൂ. അല്ലാതെ ഈ അവരിതിൻ്റെ ആശാന്മാരാ, ഈ അല്ലെങ്കിൽ അത് കൊല്ലക്കടയിൽ കൊണ്ട് സൂചി വിൽക്കാൻ കൊണ്ടുപോകുന്ന പോലെ അവരിതിൻ്റെ അങ്ങേയറ്റത്ത് പണത്തിൻ്റെ ഒരു ആഡംബരത്തിൽ കഴിയുന്ന ആൾക്കാരാണ്. അവരുടെ മുമ്പിൽ ഇതൊന്നും ഇത് എറിക്കാൻ പോകുന്നത്. ഇനി പിന്നെ എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇത് പോകുന്നതെങ്കിൽ അവർ കാണാൻ പോകുന്നില്ല. എന്തെന്ന് വെച്ചാൽ സിനിമ കാണാനുള്ള പണം പോലും അവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നം വരുന്നത് മലയാളി സമൂഹം മലയാളി ഡയസ്പോറയെ മാത്രമേ ഇത് ബാധിക്കുന്നുള്ളൂ, അവർ മാത്രമേ ഇത് കാണുന്നുള്ളൂ. പിന്നെ ഇനി ഈ സൂചനകളൊക്കെ എന്താ വിദേശത്തേക്ക് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ സൂചനകൾ വരട്ടെ. BBC പണ്ട് ഒരെണ്ണം ഗുജറാത്ത് കലാപത്തെക്കുറിച്ചൊരു പുനരാവർത്തി ചെയ്തല്ലോ, എന്തുണ്ടായി? അത് കഴിഞ്ഞല്ലേ വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ എന്താ പറയുന്നത് കോപ്രായങ്ങൾ കൊണ്ടൊന്നും സത്യത്തെ നിങ്ങൾക്ക് തമസ്കരിക്കാനോ മൂടി വയ്ക്കാനോ കഴിയില്ല. ഇപ്പോൾ ഉദാഹരണം നോക്കൂ, എത്ര പത്രങ്ങളും എത്ര മാധ്യമങ്ങളും എല്ലാം ആവത് ശ്രമിച്ചാണ് റഷ്യ യുദ്ധത്തിൽ യുക്രൈനെ ഒരു ഇരയാക്കാനും റഷ്യയെ അന്ധകനാക്കാനും ഒരു കരടിയാക്കാനും ഒക്കെ ശ്രമിച്ചു. ഇപ്പോൾ സത്യം പുറത്തു വരുന്നുണ്ടല്ലോ. ഒരു മനുഷ്യൻ തൻ്റെ അഹങ്കാരത്തിൻ്റെ പേരിൽ തനിക്കവിടെ ഒരു ഏകാധിപതിയായി വാഴാൻ തിരഞ്ഞെടുപ്പില്ലാതെ ലോകത്തോട് മുഴുവൻ നടത്തിയ വെല്ലുവിളിയാണ്. നാറ്റോയിൽ ചേർന്നുകൊണ്ട് റഷ്യ എന്ന് പറയുന്ന തൻ്റെ മാതൃരാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു കുൽസിത ഹിംസാ പ്രവർത്തനമായിരുന്നു. ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് യൂറോപ്പിൻ്റെ ഭാവി മുഴുവൻ നശിപ്പിച്ചുകൊണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കണ്ടല്ലോ ഏറ്റവും ഒടുവിലായി എന്തായിരുന്നു ഇത് ഹമാസിനെ കുറിച്ചുള്ള ചർച്ചകളുമൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഗാസയിലെ ജനങ്ങൾ തന്നെ അവരെ ഭരിക്കുന്ന ഹമാസിനെതിരെ ഞങ്ങൾക്ക് മരണമല്ല വേണ്ടത്, യുദ്ധമാണ് വേണ്ടതെന്നുള്ള സത്യം ഇതാ പുറത്തു വന്നിരിക്കുന്നു മാധ്യമങ്ങളിൽ കൂടി തന്നെ. സത്യമേവ ജയതേ, ഒരിക്കൽ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. നമ്മുടെ അമിത്ഷായെ ജയിലിൽ കൊണ്ടിട്ടാണല്ലോ, അദ്ദേഹം മറുത്തൊന്നും പറഞ്ഞില്ലല്ലോ, ജയിലിൽ കിടന്നല്ലോ. നരേന്ദ്രമോദി 24 മണിക്കൂർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയല്ലോ. എല്ലാം കഴിഞ്ഞല്ലോ, സുപ്രീം കോടതിയുടെ വിധിയും വന്നു. അപ്പോൾ സുപ്രീം കോടതിയുടെ കുറ്റം പറയുകയാണ് അന്നേരം. ഇങ്ങനെയുള്ളവർക്ക് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഒരിക്കലും നരേന്ദ്രമോദിയുടെ എന്തെങ്കിലും ജയിൽവാസം കാണാതെ തൃപ്തിപ്പെടില്ല എന്നുള്ളൊരു ശാഠ്യം പിടിച്ചാൽ നിങ്ങൾ നീതി കാണില്ല, ന്യായം കാണില്ല, സത്യം കാണില്ല. അതൊരു തരം ഭ്രാന്താണ്. അതിന് വേറെ ചികിത്സ നേടേണ്ടതായിട്ട് വരും എന്ന് പറയുന്നവരേ ഉള്ളൂ. പൃഥ്വിരാജ് ഒരു സിനിമയിൽ കൂടി നരേന്ദ്രമോദിക്കെതിരെയോ അല്ലെങ്കിൽ BJPക്കെതിരെയോ അല്ലെങ്കിൽ മോർച്ചയ്ക്കെതിരെയോ എന്തെങ്കിലും ചപ്പടാച്ചി കാണിച്ചതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയം പോയിട്ട് കേരള രാഷ്ട്രീയത്തിൽ പോലും ഒരു ചുക്കും ചുണ്ണാമ്പും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഇതിനകത്ത് ടെക്നോളജിയൊക്കെ ഉള്ളതുകൊണ്ട് BJPക്കാർ ഞാൻ പോയി അത് കാണും എന്നുള്ളത് മാത്രമാണ്. അവർക്ക് കുറച്ച് നേരം സമാധാനമായിട്ടിരുന്ന് കാണാം, കൈയടിക്കുകയും ചെയ്യും. അതുകൊണ്ട് നേരെ പോയിട്ട് പൃഥ്വിരാജിൻ്റെ ആഹ്വാനം അനുസരിച്ച് നാളെ ഞങ്ങൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഞാൻ ഇന്ന ചിഹ്നത്തിന് അനുകൂലമായി തീരുമെന്ന് പറഞ്ഞാൽ
ഒരു ചുക്കും രാഷ്ട്രീയ ബോധമുള്ളവർ എന്താണ് ഇവിടെ നടക്കുന്നതെന്നതിനെക്കുറിച്ചും എന്തൊക്കെയാണ് പത്രങ്ങൾ തമസ്കരിക്കുന്നതിനുള്ളതിനെക്കുറിച്ചും ശരിയായ അവബോധമുള്ളവരാണ്. എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഒരു പക്ഷത്തിൻ്റെ മാത്രം പക്ഷം പിടിക്കാൻ പ്രേരിതരാകുന്നു? ആ സത്യം അറിയാവുന്നവരാണ്. അതേ സത്യം കൊണ്ട് തന്നെയായിരിക്കും ഇതിലും അങ്ങനെ ഒരു അസത്യം ചേർക്കാൻ ഒരു പക്ഷേ ഇതിൻ്റെ സംവിധായകനും ഒക്കെ തയ്യാറായിട്ടുള്ളത്. അവരുടെ കളക്ഷനാണല്ലോ അവരുടെ. മറ്റവർക്ക് വോട്ടാവുന്നത് പോലെ ഇവിടെയും കളക്ഷൻ. അത് കൂട്ടായിട്ട് നിൽക്കുന്ന മതങ്ങൾക്ക് മാത്രമേ അത് മനസ്സിലാവുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്തു. മറിച്ച് ന്യായം, നീതി, സത്യം തുടങ്ങിയ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന മതങ്ങൾ ഇതിനനുസരിച്ച് ഇളകുകയില്ല എന്നുള്ള സത്യം, ആ സത്യം സത്യമായിട്ട് തന്നെ അവശേഷിക്കും. സത്യമേവാവശിഷ്യതേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.